നോനിപ്പഴമാണ് ഈ നിൽക്കുന്നത്. നല്ല നമസ്കാരം സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാ വണ്ടിയിൽ നിന്നും. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയും അഴീക്കൽ ബീച്ചിൽ നിന്നായിരുന്നു. അപ്പോൾ അഴീക്കൽ ബീച്ചിലെ ബോട്ടിംഗ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐക്കാർഡിലും കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ വന്നാൽ നിങ്ങളൊന്ന് ബോട്ടിംഗ് ഒന്ന് നടത്തി നോക്കണം. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ബോട്ടിങ്. ആലപ്പുഴ ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഇടയിലായുള്ള സ്ഥലമാണ് ഈ ബീച്ച്. അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ രണ്ട് ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ വലിയഴീക്കൽ പാലം. വലിയഴീക്കൽ ഭാഗത്താണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും കാണണം. അപ്പം മനോഹരമായ ഒരു ബീച്ചാണ് ഇവിടുത്തെ. ഈ ഭാഗത്ത് കാണുന്നത് ടൂർ ഫെഡിൻ്റെ ഒരു കോഫി ഷോപ്പാണ്. തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ടൂർ ഫെഡ് ഹൈജീനിക് കഫേ എന്ന് കാണുന്നുണ്ട്. നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ബീച്ച് സജീവമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളൊരു 3 മണി സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച ദിവസമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും. ബീച്ചിൻ്റെ സൈഡിലായി കച്ചവടക്കാരൊക്കെ റെഡിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് ധാരാളം ഷോപ്പുകളുണ്ട്. ഫുഡിൻ്റെയും മറ്റുമായിട്ട് ധാരാളം ഷോപ്പുകൾ ഈ ഭാഗത്തുണ്ട്. കുതിര സവാരിക്കുള്ള കുതിരകൾ അവിടെ റെഡിയായിരിക്കുന്നു. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഈ ബീച്ചിൻ്റെ ഭാഗത്തുണ്ട്. പട്ടം പറത്തുന്നുണ്ട്, കടലക്കച്ചവടക്കാരുണ്ട്, അതുപോലെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട്. ഇവരെല്ലാം റെഡിയാണ്. ഇനി ആളുകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ ബീച്ച് സജീവമാകും. ഈ സൈഡിലൊക്കെ ധാരാളം ബെഞ്ചുകൾ പണിതിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ട് സൂര്യാസ്തമയമൊക്കെ കണ്ട് ഇവിടെ കുറേ നേരം ഇരിക്കാം. ഇത് കടലിന് ഉള്ളിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ പാറ അടുക്കി കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നടന്ന് കടലിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഭാഗം വരെ നമുക്ക് പോകാം. ഇവിടെ സൈഡിൽ പാറകളിലും മറ്റും ഇരിക്കാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ മനോഹരമായ ഒരു സായാഹ്നം നമുക്കിവിടെ ആസ്വദിക്കാം. കുട്ടികളവിടെ പട്ടം പറത്തുന്നുണ്ട്. കടലിൻ്റെ ആ ഉള്ളിലോട്ടുള്ള ഭാഗത്ത് നിന്നും ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ഈ ഭാഗത്തൊരു മരം നിൽക്കുന്നത് എന്താണെന്നൊന്ന് നോക്കാം. ഇത് നോനി പഴത്തിൻ്റെ മരമാണെന്നാണ് പറയുന്നത്. ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റാണിത്. പഴമൊക്കെ നിൽപ്പുണ്ട്. ആർക്കും വലുതായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. കടല് അങ്ങ് ഇറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഇടയ്ക്ക് കള്ളക്കടൽ പ്രതിഭാസം എന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം വാർത്തകളിൽ കേട്ട് കാണും. അപ്പം കടല് തീരം ധാരാളമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴ്. എന്തായാലും ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട് ലൈറ്റ് ഹൗസ് കാണാം. അതുപോലെ ഈ കടലിലേക്ക് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് മുമ്പ് നമുക്ക് വാഹനങ്ങളൊക്കെ ഓടിച്ച് അങ്ങ് അറ്റം വരെ പോകാമായിരുന്നു. അവിടെ ഒരു റൗണ്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കറങ്ങി നമുക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കണ്ടു. വാനിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഒരു മയില് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മയില് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഐസ്ക്രീം ന്യൂട്രൈസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുൽഫിയും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് പല ഫ്ലേവറുകളിലുള്ള സാധനങ്ങളുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കുകയാണ്. ഇത് ബ്ലൂബെറിയാണ്. ഒരാളവിടെ കുൽഫി കഴിക്കുന്നു. അഴീക്കലിലെ മറ്റൊരു അത്ഭുതമായ വലിയഴീക്കൽ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്.
കൊല്ലം ജില്ലയിലെ അഴീക്കലിനെയും ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. അറബിക്കടലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബൗസ്ട്രിംഗ് പാലമാണ് ഇത്. ഇപ്പം ഈ പാലത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പോയി നമുക്ക് ലൈറ്റ് ഹൗസിലൊക്കെ കയറണം. അപ്പോൾ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.